ഹലോ, ഞാൻ ലൈവായോ? പന്ത്രണ്ട് മണിയാവാൻ ഒരു മിനിറ്റും കൂടെ ഉണ്ടല്ലേ. ആരെങ്കിലും വരുന്നുണ്ടോ? എനിക്ക് പോലും നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലല്ലോ. ഒരാൾ വന്നിട്ടുണ്ട്. അതാരാണെന്ന് എനിക്ക് ക്ലിയർ ആവുന്നില്ല. ഒരാളെ വന്നിട്ടുള്ളൂ. എൻ്റെ ശബ്ദം കേൾക്കാവോ? അത് ആരാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? എന്തായാലും പതിയെ ആളുകളൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആരെങ്കിലും വരുവാണെങ്കിൽ അജീസ് കൈതാരം വന്നിട്ടുണ്ട്. ഞാനാ. ഓക്കേ. കേൾക്കുന്നുണ്ടോ ഞാൻ പറയണത്? ഹായ് സദാനന്ദ് കുമാർ. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഒന്ന് പറയാവോ? എല്ലാവരും വരട്ടെ അല്ലേ. എല്ലാവരും വന്ന് തുടങ്ങിയിട്ട് പവിത്ര വന്നു. പവിത്ര ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. കേൾക്കുന്നുണ്ടോ എന്നുള്ളത്. കേൾക്കുന്നില്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ. ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യം കേൾക്കില്ലല്ലോ അല്ലേ. ഞാൻ എന്തിനും മണ്ടൂസ. ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് സമാധാനമായിരുന്നു. ശബ്ദം പോരാ. ഇപ്പോഴോ? ഇപ്പം എന്താ അവസ്ഥ? ഇപ്പോൾ കേൾക്കണ്ടോ? ഞാനിങ്ങനെ ആരുമില്ലാത്തത് കൊണ്ട് കുറച്ച് സ്ലോ കണക്ഷനും കാണിക്കുന്നുണ്ട്. ഇപ്പം എന്താ അവസ്ഥ? ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത് കേട്ടില്ല അല്ലേ. ഹായ് വിമിത, വരൂ, എന്നെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് വരൂ. കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത് കേട്ടില്ല എന്നല്ലേ. തീരെ കേട്ടില്ല എന്നാണോ? വ്യക്തമായിട്ട് കേട്ടില്ല എന്നാണോ? പന്ത്രണ്ട് ഒന്നായിട്ടേ ഉള്ളൂ. ആൾക്കാർ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പോഴുണ്ട്. എപ്പോൾ പോകുന്ന അറിഞ്ഞൂടാ. നീതു, എത്ര കാലമായി കണ്ടിട്ട്. ഫാസിൽ ഷാഹിദ് ഹായ്. ഇപ്പൊ ശബ്ദം കേൾക്കുന്നുണ്ടോന്ന് ആരെങ്കിലും ഒന്ന് പറയോ? ഹാജർ. ഹാജർ ഇവിടെ. ഹാജർ പട്ടിക ഇവിടെ ഉണ്ട്. ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടുത്തെ കുഴപ്പമില്ല, ഇവിടെ നെറ്റില്ല എന്നോ? ഓക്കെ. കൽക്കട്ടയിൽ നിന്നോ? കമ്പിളിപ്പതപ്പല്ലേ? ഞാൻ അയക്കുന്നുണ്ട്. ദിവ്യ ഹായ്. എൻ്റെ സൗണ്ടിനെ കുറിച്ച് അഞ്ജുനെ വിളിച്ചിട്ട് വരാം. വേഗം വരൂ. നല്ലപോലെ കേൾക്കാം അല്ലേ. അപ്പോൾ ഇത്രയും വോളിയം വേണ്ടല്ലേ. നമ്മൾ പിന്നെ ഏത് വോളിയത്തിലും സംസാരിക്കാൻ റെഡിയാണ്. ടീച്ചിങ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ തൊണ്ടയും കൊണ്ട് ജീവിക്കുന്നതായതുകൊണ്ട് ശബ്ദമൊക്കെ കൂട്ടാനും കുറയ്ക്കാനും ബുദ്ധിമുട്ടില്ല. ഷബ്ന ഹായ്. ശ്രീജ ഹായ്. നീതു. നീതുവിൻ്റെ നെറ്റ്വർക്ക് സ്ലോ ആയിട്ട് പോലും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. സോ അത് മതി. കേൾക്കാം മോളൂസേ. താങ്ക് യു മോളൂസേ. ഓക്കെ. അപ്പോൾ കുറച്ച് പേരൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നു. കുറച്ച് പേരും കൂടെ ആയിട്ട് തുടങ്ങിയാൽ മതിയോ? അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ വലിയ വലിയ കടുകട്ടി ചോദ്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങളൊക്കെ മിസ്സിൻ്റെ പേരെന്താ? ഞാൻ ക്ലാസ്സിൽ പുതിയ ആളാണ്. ഓക്കെ. എന്നെ അറിയാത്തവർക്കായിട്ട് എൻ്റെ പേര് രമ്യ ഭാരതി എന്നാണ്. കൂട്ടക്ഷരങ്ങളിൽ ഞങ്ങളിങ്ങനെ കറങ്ങി നടക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഓക്കെ. ഞാനിതിന് മുമ്പ് ഒരു പ്രാവശ്യം വന്നിരുന്നു. ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് മിസ്സസ് ആണ്. പക്ഷേ ഞങ്ങളുടെ ഈ ടീച്ചേഴ്സ് ഫ്രട്ടേണിറ്റിയുടെ ഒരു ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മിസ്സസ് ആയാലും മിസ്സേനെ വിളിക്കുള്ളൂ. നന്ദേച്ചി. പ്രാവശ്യം എന്തായാലും എത്തിയല്ലോ. അപ്പോൾ നമുക്ക് പതുക്കെ തുടങ്ങിയാലോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കൂട്ടക്ഷരങ്ങൾ ലൈവിലേക്ക് സ്വാഗതം. എല്ലാ ദിവസവും ഇങ്ങനെ ഓരോരുത്തർ വന്ന് കുറേ വലിയ വലിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് പർവി എല്ലാവരും വലിയ വലിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിങ്ങനെ എന്താ പറയുക, സങ്കടം പെട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അവരെയാണ് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ
ഹായ് 12:03 വിടുന്ന കിട്ടുന്ന ടൈം കൂടെ പറയണേ. അയ്യോ എനിക്ക് കൃത്യമായില്ലല്ലോ. സമയനിഷ്ഠമില്ലാത്ത ക്യൂസ് മാസ്റ്റർ. സമയനിഷ്ഠമില്ലാന്നോ? ഞാൻ എപ്പോൾ വന്നു? ഞാൻ 11:55 കയറിയിട്ടുണ്ട്. തുടങ്ങാം. അപ്പോൾ ഞാനിന്ന് കുറച്ച് പാട്ടുകളായിട്ടാണ് വന്നിട്ടുള്ളത്. സംഭവം പാടാൻ വലിയ കഴിവൊന്നുമില്ല എന്നുണ്ടെങ്കിലും ഞാനിന്ന് പാട്ടുകളും കൊണ്ടാണ് വന്നിട്ടുള്ളത്. പാട്ടുകൾ, സിനിമയും പാട്ടുമാണല്ലോ നമുക്ക് ആകെ അറിയാവുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ വലിയ പ്രിപ്പറേഷന് ഒന്നും സമയം കിട്ടാത്ത ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് എളുപ്പം ഇതായതുകൊണ്ട്, പിന്നെ മെയിനായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ മെയിൻ കാര്യം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് പാട്ടുകൾ. അപ്പോൾ പാട്ടുകൾ ഞാനതിൻ്റെ ഹിൻറ്റുകൾ തരും, നിങ്ങൾ ആ പാട്ട് കണ്ടുപിടിക്കണം. അങ്ങനെയാണ് നമ്മുടെ കളി. എങ്ങനെയുണ്ട്? ലൈവ് വന്നത് 12 കഴിഞ്ഞാൽ അത് അവിടുത്തെ നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ആയിരിക്കുള്ളൂ. ഞാനിവിടെ കൃത്യസമയം നോക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. അവിടെ വന്നതിൻ്റെ പ്രശ്നമായിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ സംഭവം മനസ്സിലായല്ലോ. ഞാൻ ചില പാട്ടുകളുടെ ഹിൻറ്റുകൾ പറയും, ആ പാട്ടുകൾ ഏതാന്ന് പറയണം. എന്നിട്ട് എനിക്ക് പാടാൻ പറ്റുന്ന പാട്ടുകളാണെങ്കിൽ ഞാൻ പാടാമല്ലോ. പിന്നെ നേരത്തെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലൈവ് വന്നപ്പോൾ പറഞ്ഞ പോലെ റൂളുകൾ തന്നെയാണ് ഇവിടെ. ചിലപ്പോൾ പിന്നെ ചില പാട്ടുകൾ ചില സന്ദർഭങ്ങൾ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ഈ ധർത്തിയെ നദിയ എറേന ഓർത്തും. അയ്യോ താങ്ക് യു, അതെൻ്റെ ഫേവറേറ്റ് സോങ്ങാണ്. അത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാടി ഇടാറുള്ളതാണ്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഒരേ സന്ദർഭത്തിൽ വരുന്ന പിന്നെ പാട്ടുകൾ, ഒന്നിൽ കൂടുതൽ പാട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അവർക്കും കൂടെ മാർക്ക് കൊടുക്കാം അല്ലേ? അപ്പോൾ അതെ, അതെൻ്റെ ദേശീയ ഗാനമാണ്. അത് ഞാൻ അവസാനം ലോങ് ബെൽ അടിക്കുന്ന സമയത്ത് പാടാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടുന്ന് തുടങ്ങണം എന്നുള്ളതാണ്. കുറേ പാട്ടുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലെല്ലാ പാട്ടുകളൊന്നും കൂടെ ഞാൻ പാടുന്നുണ്ടാവില്ലായിരിക്കും, എന്നാലും നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ പാട്ട് എന്ന് പറയുന്നത് ഒരു സിനിമയ്ക്കകത്ത് ഉള്ളൊരു സിനിമ. ഓക്കെ, അങ്ങനെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം. സിനിമയ്ക്കകത്തുള്ള ഒരു സിനിമ, ആ സിനിമയിൽ ഉള്ളൊരു പാട്ടാണ്. പക്ഷേ ആ ഒറിജിനൽ സിനിമ റിലീസായ സമയത്ത് ഏറ്റവും അധികം ഹിറ്റായിട്ടുള്ളൊരു പാട്ടായിരുന്നു ആ പാട്ട്. അപ്പോൾ ആദ്യത്തെ ഹിന്റ് ഇതാണ്, സിനിമയ്ക്കകത്തുള്ളൊരു പാട്ടാണ്, സിനിമയിലെ പാട്ടാണ്. ആ സിനിമയിൽ പിന്നെ ആ സിനിമയായിട്ട്, ഒറിജിനൽ സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു ആളാണ് അതിനകത്ത് പാടി അഭിനയിക്കുന്നത്. പക്ഷേ ആ പാട്ടിൻ്റെ പകുതിയൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ മെയിൻ സിനിമയിലെ നായികയും കൂടെ ആ പാട്ടിലേക്ക് വരുന്നുണ്ട്. സോ ആ പാട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള കരളിൻ്റെ എന്ന് പറഞ്ഞ അതിനകത്ത് അഭിനയിക്കുന്ന ആൾക്കാർ തന്നെയല്ലേ ആ സിനിമയിലും അഭിനയിക്കുന്നത്. ഇത് ആ സിനിമയ്ക്കകത്തുള്ള സിനിമയ്ക്ക് മെയിൻ സിനിമയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ദേവരാഗമേ, അത് പാട്ട് പാടുന്നതായിട്ടല്ലേ ഉള്ളത്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. സിനിമയ്ക്കകത്തുള്ളൊരു സിനിമയാണ്, ആ പാട്ട് വളരെ ഹിറ്റായിട്ടുള്ളൊരു പാട്ടാണ്. ആ സിനിമയിൽ പകുതി കഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒറിജിനൽ നായിക വരുന്നുണ്ട് ആ പാട്ടിൽ. സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ലല്ലോ. വേറൊരു സിനിമയാണ്, പറയാതെ അറിയാതെ. പാലപ്പൂതിലൊക്കെ മെയിൻ നായിക തന്നെയല്ലേ അതിനകത്ത് അഭിനയിക്കുന്നതും. ആര് തരും ഇനി ആര് തരും, അതേതായിരുന്നു? വേറെ ക്ലൂ. ഇനിയൊരു ക്ലൂവും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ആൻസർ കിട്ടും. അടുത്ത ക്ലൂ പറയട്ടെ, മഴ. അതാണ് ക്ലൂ. മേക്കപ്പ് മാനിലൊക്കെ അവർ തന്നെയല്ലേ അതിനകത്ത് അഭിനയിക്കുന്നത്. ഇതങ്ങനെയല്ല. സിനിമയ്ക്കകത്തുള്ള സിനിമയിൽ മെയിൻ താരങ്ങളൊന്നും അല്ല അഭിനയിക്കുന്നത്. അടുത്ത ക്ലൂ കൂടെ ഞാൻ പറഞ്ഞു, മഴയാണ് ക്ലൂ. സിനിമയ്ക്കകത്തുള്ളൊരു സിനിമ, ആ സിനിമയിലെ പാട്ട് പറയണം. ഏതാണ് പാട്ടെന്ന് പറയണം. ഹിന്റ് ഞാൻ പറഞ്ഞു. ആര് തരും എനിക്ക് ആര് തരും, അതേതായിരുന്നു? നീതു? എനിക്കറിയൂല, അത് സാരല്ല. നമുക്ക് ഒരു ഉത്തരം വന്നു. വിമിത വന്ന ആൻസർ പറ. അപ്പോൾ ആൻസറുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആൻസർ കിട്ടിയോ? കേൾക്കുന്നവർക്ക് കിട്ടിയോ? യെസ്. അപ്പോൾ
ഇതാണ് ഉദ്ദേശിച്ചത്. ഇനി എൻ്റെ എക്സ്പ്ലനേഷൻ എത്രത്തോളം സാറ്റിസ്ഫൈങ് ആണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഏകദേശം കുറച്ച് പേർക്കൊക്കെ കിട്ടിയില്ലേ? ഇങ്ങനത്തെ ചില ഹിൻറ്റുകൾ തരുമ്പോൾ കിട്ടിയില്ലേ? ഓക്കെ, അപ്പോൾ അത് ആദ്യം പറഞ്ഞതാരായിരുന്നു? അപ്പോൾ പാട്ട് ഇത് തന്നെയാണ്, പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ എന്നുള്ളതാണ്. ഓക്കെ, അതെല്ലാവർക്കും കിട്ടുന്നുണ്ട്. കാതിൽ വെള്ളിച്ചില്ല് ചാർത്തി. ഓക്കെ, ലേറ്റ് ആയിട്ടൊന്നുമില്ല, ഒറ്റ ക്വസ്റ്റൻ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ പാട്ട് എനിക്ക് ലിറിക്സ് ഒക്കെ നോക്കാണ്ട് പാടാനൊന്നും അറിയില്ല. പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ, മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വണ്ണമഴ, തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനമീ മഴ, തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനമീ മഴ, ആദ്യാനുരാഗരാമഴ. അത്രയത്തുള്ളൂ, ബാക്കി ഉള്ള കാര്യങ്ങൾ എത്തില്ല. അപ്പോൾ പാട്ട് ഇത് തന്നെയാണ്, പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ എന്നുള്ള പാട്ട് തന്നെയാണ്. അപ്പോൾ ഇത് വളരെ എന്താ പറയുക, ചെറിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. താങ്ക് യു. ഇന്നലെ നല്ല മഴയായിരുന്നു. മഴയൊക്കെ തുടങ്ങിയതിൻ്റെ ഒരു ചെറിയൊരു സന്തോഷത്തിലാണല്ലോ നമ്മളൊക്കെ. അപ്പോൾ അതാണ് ഫസ്റ്റ്. അപ്പോൾ ആരായിരുന്നു അത് ആദ്യം പറഞ്ഞത്? ആദ്യം പറഞ്ഞത് ആരാന്ന് ഒന്ന് പറയൂ. ഞാനിനി സ്ക്രോൾ ചെയ്താൽ കിട്ടുമോ എന്നുള്ളത് അറിയാത്തതുകൊണ്ടാണ്. ആദ്യം പറഞ്ഞത് മുഹമ്മദ് ഫൈസൽ ആനമങ്ങാടാണ് എനിക്കിവിടെ കിടക്കുന്നത്. അത് തന്നെയാണോ? ബാക്കിയുള്ളവർക്കൊന്ന് ഒന്ന് പറയോ? മുഹമ്മദ് ഫൈസൽ. ആൾക്കാണോ? ഫൈസൽ ആയിരുന്നു. ഓക്കെ, പർവി. പെയ്തതൊന്നും പോരാ, ശരിയാ. താങ്ക് യു. ഓക്കെ, യെസ്. അപ്പോൾ ഒരു മാർക്ക് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പാട്ട്. ഓക്കെ, ഇതൊരു വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ടാണ്. എല്ലാ പാട്ടും ഫേമസ് ആണല്ലോ അല്ലേ? വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ടാണ് ഈ പാട്ട്. ഈ സിനിമയുടെ തുടക്കത്തിൽ, അതായത് ടൈറ്റിൽ ക്രെഡിറ്റ്സ് എഴുതി കാണിക്കുന്ന സമയത്താണ് ആ പാട്ട് വരുന്നത്. ആ പാട്ടിനകത്ത് പ്രത്യേകിച്ച് എടുത്തു കാണിക്കത്തക്ക ഒരു ആക്ടറോ ആക്ട്രസോ ഒന്നുമില്ല. ഒരുപാട് മനോഹരമായിട്ടുള്ള ക്ലിപ്സ്, അതായത് ഒരുപാട് ഭംഗിയുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള കുറേ സംഭവങ്ങൾ കാണിക്കുന്ന പിന്നെ ഒരു പാട്ടാണ്. പക്ഷേ ആ പാട്ട് പാടിയ ആള് ഒരു വേറിട്ട ശബ്ദത്തിൻ്റെ ഉടമയാണ്. ഒരു ലേഡി വോയിസ് ആണ്, വളരെ വേറിട്ട ഒരു ശബ്ദത്തിന് ഉടമയാണ്. പിന്നെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സിനിമയാണ്, ഫേമസ് ആയിട്ടുള്ള പാട്ടാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ശബ്ദം, സാധാരണ സ്ത്രീ ശബ്ദങ്ങളിൽ കാണാത്ത പോലത്തെ വ്യത്യസ്തമായിട്ടുള്ളൊരു ശബ്ദമാണ്. അപ്പോൾ ഇനി ഞാൻ ബാക്കി ഹിന്ദികൾ പറയുമ്പോൾ കിട്ടുമായിരിക്കും. ഉഷാ ഉതുപ്പല്ല, ഒരു മലയാളം സിനിമയാണ്. ഇനി ഞാൻ ബാക്കി ക്ലൂവും കൂടെ ഇതിത്ര ബാക്കി ക്ലൂവിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതേ എല്ലാവരും പെട്ടെന്ന് പറയുന്നു. വ്യത്യസ്തമായിട്ടുള്ള സൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് കിട്ടുന്നു. അയ്യപ്പനും കോശിയല്ല സിനിമ, എൽസം എന്ന ആൺകുട്ടിയല്ല സിനിമ. അതെ, ഒത്തിരി പേര് ഉത്തരം പറഞ്ഞു. ഞാൻ ആദ്യത്തെ ക്ലൂ പറയുന്നതിന് മുമ്പ് തന്നെ അതാ വന്നു, ഡീറ്റെയിൽഡ് ആയിട്ട് ആൾക്കാർ ഉത്തരം പറയുന്നു. നില പൊങ്കലായലോ എന്നുള്ള പാട്ടാണ്. പിന്നെ ആ പാട്ട് പാടിയത് ശുഭയാണ്. അതെ, അതെ 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 അതെ, അടിപൊളി. എസ് പറഞ്ഞു തീർക്കും മുമ്പ് ഉത്തരങ്ങൾ തന്നു. ഇതിൻ്റെ ഉത്തരം ആരായിരുന്നു ആദ്യം പറഞ്ഞത്? ജ്യോതി കൃഷ്ണകുമാർ അല്ലേ? ഒന്ന് പറയൂ. ജ്യോതി കൃഷ്ണകുമാർ. ഓക്കെ ആണല്ലോ? ഒന്ന് കൺഫേം ചെയ്യോ? ജ്യോതി കൃഷ്ണകുമാർ അല്ലേ? രണ്ട് വരിയേ ഉള്ളൂ അതിൻ്റെ പല്ലവിയിൽ. നിലാപ്പൊങ്കലായേലോ പാടും നീ, മഴക്കോളു കണ്ട
മതിക്കും ഈ നാട്ടിൽ ഇടത്തോട്ട് പോകും ആര്. അത്രയും പോരാ, അത് ഞാൻ അത്ര എക്സ്പേർട്ടല്ല. ജയശ്രീ ജോൺ ഇന്നൊരു അവസാനം ചോദ്യം വന്നു, വെള്ളിയല്ലേ വന്നത്? ആ ശബ്ദത്തിലൊന്നും പാടാൻ എനിക്കുണ്ട്. ഒന്നാമത് ഞാൻ ഈ വീഡിയോയുടെ മുമ്പിലിരിക്കുമ്പോൾ നല്ല കോൺഷ്യസ് ആണ്, നല്ല നെർവസ് ആണ്. നിങ്ങൾക്ക് എൻ്റെ ഈ ചിരി കൊണ്ട് മനസ്സിലാവാത്തതാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല പേടിയിലാണ് ഇരിക്കുന്നത്. ഒത്തിരി കുട്ടികളെ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, പക്ഷെ എനിക്ക് ഈ വീഡിയോയിൽ ആൾക്കാരെ ഫേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഓക്കെ. ഇനി തീ വരാനുണ്ടെന്നോ? ഓക്കെ, ഇനി അടുത്ത പാട്ടിലേക്ക് പോട്ടെ. ഇടത്തോട്ടല്ല, ഒന്ന് വലത്തോട്ട് പോവാം, എങ്ങോട്ടാന്ന് വെച്ചാ. ഓക്കെ, ലിറിക്സ് തെറ്റുന്നുണ്ടല്ലേ, അത് ടെൻഷൻ കൊണ്ടാണ്. ഇതിവിടെ പിന്നെ എനിക്ക് കണ്ണും പിടിക്കുന്നില്ല, പുതിയ കണ്ണാടിയൊക്കെ വാങ്ങിച്ചു, പ്രായമായില്ലേ, അപ്പോൾ അത് ചിലപ്പോൾ കണ്ണു പിടിക്കാത്ത പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത പാട്ട് എഗെയിൻ ഒരു ഫേമസ് സിനിമയിലെ പാട്ടാണ്. ഈ സിനിമയിൽ 2 നായികമാരുണ്ട്. ഓക്കെ, അതിലൊരു നായികയ്ക്ക് അവാർഡ് കിട്ടുകയും ചെയ്തു. 2 നായികമാരും 2 നായകന്മാരും ഉണ്ട്. അതിനകത്ത് ഒരു കല്യാണ വേദിയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കല്യാണം നടക്കുന്നത് കാണുമ്പോൾ, ക്ലാസ് കട്ട് ചെയ്ത് എങ്ങോട്ട് പോയി, ഓക്കെ. അപ്പോൾ ഒരു കല്യാണം നടക്കുന്നത് കാണുമ്പോൾ ഇതിൽ ഒരു നായിക, ആ നായിക തൻ്റെ കല്യാണം ഓർത്തുകൊണ്ട് പാടുന്ന പാട്ടാണ്. പാട്ട് പറയണം, കല്യാണം സീനാണ്. അത് കാണുമ്പോൾ സ്വന്തം കല്യാണം ഓർമ്മകളിലേക്ക് പോകുന്നതാണ്. സ്വന്തം കല്യാണം ഓർക്കണം. ഇതിനകത്തൊക്കെ അവിടെ സ്വന്തം കല്യാണം ഓർക്കുന്നത് കല്യാണത്തിൻ്റെ ഒരു സംഭവമാണ്, കല്യാണമാണ് ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ഒരു നായിക സ്വന്തം കല്യാണം ഓൾറെഡി കഴിഞ്ഞതാണ്, പാസ്റ്റ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതേതാണ് എന്നുള്ളത് പാട്ട് പറയണം. ആരായാലും കുറേ ഉത്തരങ്ങൾ ഇവിടെ വരുന്നുണ്ട്, പക്ഷെ പാട്ട് പറയണം. പാട്ട് ഇവിടെ ഒന്നും വന്നിട്ടില്ല. ആണോ? മുജദില നഫ്സ്. ഓക്കെ, അതിൽ നാത്തുൻ്റെ മകളുണ്ട്. മെഹ്റുബ എന്നുള്ള പാട്ടിലാണോ? മെഹ്റുബ എന്നുള്ള പാട്ടിനകത്ത് എവിടെയാണ് സ്വന്തം കല്യാണം ആലോചിക്കുന്നത്? ഉണ്ടോ? എനിക്ക് മെഹ്റുബയ്ക്കകത്ത് സ്വന്തം കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? അതൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നുണ്ടോ? എൻ്റെ പറവി നിക്ക്, ഒന്ന് കൺഫേം ചെയ്യൂ. മെഹ്റുബ എന്നുള്ള പാട്ടിനകത്ത് അങ്ങനൊരു സംഭവം ഉണ്ടോ? അങ്ങനെ ഉണ്ടെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ എനിക്ക് അവർക്ക് മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പാട്ടൊന്ന് കണ്ടു വെക്കുന്നത് അല്ലേ. ഒരു മിനിറ്റ്, ആരെങ്കിലും ഇതൊന്ന് കൺഫേം ചെയ്ത്. എനിക്കിപ്പോൾ പാട്ട് പിന്നെ കുറച്ച് ലൈറ്റായ ചോദ്യങ്ങൾ, ഇതൊക്കെ ലൈറ്റ് അല്ലേ? നമ്മൾ കണ്ടു പറഞ്ഞ പുതിയ സിനിമകളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം പുതിയ സിനിമകളൊന്നും എല്ലാവരും കണ്ടില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട്. ആ പാട്ട് മൊത്തം ഫ്ലാഷ് ബാക്ക് എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ പാട്ട്, ഞാൻ പാട്ടിനെ കുറിച്ചാണ് പറയുന്നത്, സിനിമയെക്കുറിച്ചല്ല പറയണത്. ആ പാട്ട് നടക്കുന്ന സമയത്ത് പാട്ട് നമ്മൾ പിന്നെയും കാണില്ലേ? സിനിമ നമ്മൾ പിന്നെയും കണ്ടില്ലെങ്കിലും പാട്ട് നമ്മൾ പിന്നെ എവിടെയെങ്കിലുമൊക്കെ കാണില്ലേ? കാണുമ്പോൾ പറയാമോ? അതിനകത്ത് കല്യാണം ഫ്ലാഷ് ബാക്ക് ഓർക്കുന്നുണ്ടോ? സ്വന്തം കല്യാണം. നെക്സ്റ്റ് ക്ലൂ. ഒരാളുടെ ഉത്തരം വന്നു. അടുത്ത ക്ലൂവോ? കിഴക്ക് പൂക്കും എന്നുള്ളതിനകത്ത് എവിടെയാണ് സ്വന്തം കല്യാണം ആലോചിക്കുന്നത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. അതായത് ചോദ്യത്തിൻ്റെ ഉത്തരം തെറ്റാണ്, ഉത്തരത്തിൻ്റെ ചോദ്യം തെറ്റാന്ന് പറഞ്ഞില്ലല്ലോ, ഭാഗ്യം. അതായത് ഒരു പാട്ട്, ആ പാട്ടിൽ കാണിക്കുന്നത് ഒരു കല്യാണമാണ്, ഒരു കല്യാണ ചടങ്ങുകളാണ് കാണിക്കുന്നത്. ആ ചടങ്ങുകൾ കാണുമ്പോൾ സിനിമയിലെ ഒരു നായിക സ്വന്തം കല്യാണ ദിവസം ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടാണ്. ആ പാട്ട് ഏതാണ്? ചോദ്യത്തിൻ്റെ ഉത്തരം തെറ്റാണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ, ഒരാളിവിടെ ഉത്തരം പറഞ്ഞു, ബാക്കിയുള്ളവരും കൂടെ ആ ഉത്തരത്തിലോട്ട് എത്തിയിട്ട് ഞാനതങ്ങ് തുറന്ന് പറയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞാലോ ഉത്തരം? ഒരാൾ ഉത്തരം പറഞ്ഞു ഇവിടെ, ചെന്താർമിഴിയാണ് ഉത്തരം. ഒരാൾ ഉത്തരം പറഞ്ഞു. നായികയുടെ പേര് ഞാൻ പറഞ്ഞു ഉത്തരം. ഇനിയിപ്പോൾ കടമ്പിടിയിൽ കമലത്തണം. കോപ്പി അടിക്കാനുള്ള കമന്റ് ഉണ്ട് മോളിൽ പറഞ്ഞിട്ടുണ്ട്. ആരായിരുന്നു പറഞ്ഞത് നോക്കട്ടെ. നിഷ സുരേഷ് കുറുപ്പ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നിഷ
സുരേഷ് കുറുപ്പ്. ആരെങ്കിലും ഒന്ന് പറയൂ, ഈ മെഹറുബ എന്നുള്ള പാട്ടിനകത്ത് അവരവരുടെ കല്യാണ സീൻ ഓർക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ കല്യാണത്തെ പറ്റിയിട്ട് ഓർക്കുന്നുണ്ടോ? രണ്ട് നായകന്മാരെ പറ്റിയിട്ട് ഓർക്കുന്നുണ്ട്. ആണോ? ഒരുപാട് പേര് പറഞ്ഞു. ഞാൻ ഒരാളെ കണ്ടുള്ളൂ. പെരുമഴക്കാലം എന്നുള്ള കുറേ പേര് പറഞ്ഞു. ചെന്താർമിഴി എന്നുള്ളത് ഞാൻ നിഷ സുരേഷ് കുറുപ്പ് മാത്രമേ കണ്ടുള്ളൂ. വേറെ ആരെങ്കിലും കണ്ടോന്ന് ഒന്ന് പറയോ, ഒന്ന് നോക്കി പറയോ? അത് പറഞ്ഞു, നിഷ സുരേഷ് കുറുപ്പ് പറഞ്ഞു. അയ്യോ, പ്രണയമണി തൂവൽ ആദ്യം പറഞ്ഞിട്ടും കണ്ടില്ല. അതെന്താണെന്നറിയോ, നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളായിരിക്കും ഫസ്റ്റ് കിടക്കുന്നത്. പക്ഷേ ശരിക്കും നമ്മൾ ചിലപ്പോൾ ഡിലേഡ് ആയിരിക്കും. ഏഴാം ബഹറിൻ്റെ വാതിൽ തുറന്നോളെ, ആ പാട്ടിൽ അങ്ങനെ തന്നെയാണോ? അയ്യോ, ഞാനിപ്പോൾ ചെന്താർമഴിക്ക് ഇവിടെ സ്ലോ കണക്ഷൻ വരുന്നു. ഞാനിപ്പോൾ ചെന്താർമഴിക്ക് നിഷ സുരേഷ് കുറുപ്പിന് ഒരു മാർക്ക് കൊടുക്കട്ടെ. മെഹറുബയിൽ അങ്ങനെ ഒരു സീനില്ല എന്നൊരാൾ പറഞ്ഞു. താങ്ക് യു സൗമ്യ, താങ്ക് യു. ഹായ് ഷിജു, ഹായ്. അപ്പം ഞാൻ നിഷ സുരേഷ് കുറുപ്പിന് ഒരു മാർക്ക് കൊടുക്കട്ടെ ചെന്താർമഴിക്ക്? കുഴപ്പമില്ലല്ലോ, കൊടുക്കും. അപ്പോൾ കൊടുത്തു. അപ്പോൾ ചെന്താർമഴിക്ക് ഒരു മാർക്ക്. രണ്ടുപേരും ഞാൻ പാടാവേ. ചെന്താർമിഴി പൂന്തേൻ മൊഴി കണ്ണിനു കണ്ണാം എൻ കൺമണി കണ്ണൂഞ്ചലാടും മങ്കൈ മണി നീ മാർഗഴി തിങ്കളിൻ മധുമണി മലർത്തട്ടിലിൽ പൊന്മാനോ പാൽ കനവോ നിൻ ജീവനിൽ ഒരു കുന്നു ഞാൻ ഒരു സ്നേഹഗംഗ നൈർമല്യമായി. ഓക്കെ, ചെന്താർമഴി നിഷ പറഞ്ഞു, വേറെ ആരെയും കാണാനില്ല. ഓക്കെ, അപ്പോൾ ഇതും തീരുമാനമായല്ലോ. അപ്പോൾ ഇത് തീരുമാനമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ പാട്ട് ഞാൻ മാർക്ക് കൊടുത്തിരിക്കുന്നു. ഇനി അടുത്ത പാട്ടിലേക്ക് പോവാം. അടുത്ത പാട്ട് ഒരു സിനിമയിൽ ഈ പാട്ട് സ്വരം ഉയർത്തി പാടാൻ എനിക്ക് പാടുമ്പോൾ ശബ്ദം വരില്ല. എന്താണാവോ, ചിലപ്പോൾ കോൺഷ്യസ് ആവുന്നതിൻ്റെ ആയിരിക്കും. ഞാൻ പൊതുവെ പാടുന്ന സമയത്ത് ശബ്ദം കാര്യമായിട്ട് വരില്ല. ഇനി കുറച്ചും കൂടെ ഞാൻ ശ്രമിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പാട്ട്, ആ പാട്ട് സിനിമയിൽ 2 പ്രാവശ്യം വരുന്നുണ്ട്. ഓക്കെ, ഒന്ന് മെയിൽ വോയിസിലും ഒന്ന് ഫീമെയിൽ വോയിസിലുമാണ് വരുന്നത്. പക്ഷേ അതല്ല പ്രത്യേകത, അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. ഇതിനകത്ത് ഒരു പ്രാവശ്യം ആ പാട്ട് വരുന്നത് ഒരു ഹാപ്പി മൂഡാണ്. പക്ഷേ പിന്നീട് ആ പാട്ട് വരുന്നത് ഒരു സാഡ് മൂഡിലാണ്. ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ ആ പാട്ടിലെ വരികളിൽ 1-2 ചെറിയ വാക്കുകളിൽ വ്യത്യാസം വരുത്തിയിട്ട് ആ സന്തോഷവും സങ്കടവും അതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാട്ട് ഒരു സിനിമയിൽ 2 പ്രാവശ്യം വരുന്നുണ്ട്. ഒരു പ്രാവശ്യം ഒരു ഹാപ്പി മൂഡും, ഒരു പ്രാവശ്യം അതേ പാട്ട് തന്നെ കുറച്ച് സാഡായിട്ടുള്ള രീതിയിലാണ്. അതിന് വേണ്ടിയിട്ട് വാക്കുകൾ ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പറയാനുള്ളത്. ഇനി അതിൻ്റെ പലവട്ടം പൂക്കാലം എന്ന് പറയുന്നത് ഹാപ്പി ആയിട്ട് പാടുന്നുണ്ടോ? അത് ഒരൊറ്റ പ്രാവശ്യമല്ലേ ഉള്ളൂ. 2 പ്രാവശ്യം സിനിമയിൽ കേൾക്കുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. കടൽ കാറ്റിൻ നെഞ്ചിൽ സെന്റിയല്ലേ, അഴലിൻ്റെ ആഴങ്ങളിൽ, ആ പാട്ടിനകത്ത് തന്നെ 2 പ്രാവശ്യം സന്തോഷവും സങ്കടവും വരികയല്ലേ ചെയ്യുന്നത്. 2 പ്രാവശ്യം ആ പാട്ട് സിനിമയിൽ വരുന്നില്ലല്ലോ, ഉണ്ടോ? തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി, അത് 2 പ്രാവശ്യം സിനിമയിലുണ്ടോ? ഇല്ലല്ലോ, ഒരു പ്രാവശ്യമല്ലേ വരുന്നുള്ളൂ സിനിമയിൽ. ഇത് ഇനി കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഇതിൻ്റെ പറയണോ? ഒരു ഹിൻറ്റും കൂടെ പറയട്ടെ. അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ കണ്ണൂർ രാജനാണ്. ഇപ്പം ചിലർക്കെങ്കിലും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൊല്ലം കോട്ട് തൂക്കം നേർന്ന കണ്ണാടിപ്പുഴയുടെ കടവത്തെ അത് ശരിയാണ്. 2 പ്രാവശ്യം വരുന്നുണ്ട്. ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ വരുന്നുണ്ട്. ഇത് മുഴുവനായിട്ട് ഞാൻ ഒരു ക്ലൂ പറഞ്ഞു. അതായത് കണ്ണൂർ രാജനാണ് അതിൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞു. അത് പാടിയിരിക്കുന്നത് ഒന്ന് കെ ജെ യേശുദാസും
ഒന്ന് എസ് ജാനകിയാണ് പാടിയിരിക്കുന്നത്. ഈറൻ മേഘം സങ്കടമായിട്ട് വരുന്നില്ല. മോഹൻലാലാണ് നായകൻ. മോഹൻലാലാണ് നായകൻ. ഒരു ഹാപ്പി മൂഡും ഒരു സാഡ് മൂഡും ഒന്നുണ്ട്. ഞാനൊന്നും കേൾക്കുന്നില്ല. അതിരയും ബദിരയും മുങ്ങിയുമാണ്. മോഹൻലാലിൻ്റെ സിനിമ, കണ്ണൂർ രാജൻ്റെ മ്യൂസിക്, പാട്ട് ഒന്ന് പാടിയിരിക്കുന്നത് യേശുദാസും ഒന്ന് ജാനകിയാണ് പാടിയിരിക്കുന്നത്. അതാ ഉത്തരം വരുന്നു. അതിനകത്ത് അതെ, മഹേഷാണ് ആദ്യം പറഞ്ഞത്. ഞാൻ കണ്ടിരുന്നു. ഞാൻ ആരെങ്കിലും കൂടെയൊക്കെ പറഞ്ഞിട്ട് ബാക്കി ഉള്ളതും പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിനകത്ത് പിന്നെ ഒരു വരിയിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ഇടം നെഞ്ചിൽ കൂടുകൂട്ടുന്ന സുഖം എന്നുള്ളത് ആ ഒരൊറ്റ വരി മാറ്റിയിട്ട് അവരത് പിന്നെ വീണ്ടും ആൾക്കാർ പറയുന്നുണ്ട് ഉത്തരം. ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ എന്ന് പറഞ്ഞത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം മഹേഷാണ് അതിൻ്റെ ഉത്തരം പറഞ്ഞിട്ടുള്ളത്. അപ്പം മഹേഷിന് ഒരു പോയിന്റ്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ലിറിക്സ് ഹാപ്പിയുടെ ആണ്. ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ ഇടം നെഞ്ചിൽ കൂടുകൂട്ടുന്ന സുഖം. അതുപോലെ ബാക്കി ഞാൻ പാടി ചിലപ്പോൾ ശരിയാവില്ല. ഓക്കെ, അപ്പോൾ കണ്ണാടിപ്പുഴയുടെ കറക്റ്റാണ്, പക്ഷെ വരികൾ മാറ്റുന്നില്ല. രണ്ടാമത്തെ പ്രാവശ്യം പാടുമ്പോൾ അത് കുറച്ച് സ്ലോ ആയിട്ട് പാടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഒരു ബീജിയം പോലെ, ബീജിയം അല്ല, രണ്ടാമത് പാട്ടായിട്ട് തന്നെ ഫുൾ പാട്ടുണ്ടോ അതിനകത്ത്? കണ്ണാടിപ്പുഴയുടെ കടവത്ത് ആരെങ്കിലും ഒന്ന് ഇല്ലല്ലേ? വൈകിട്ടൊന്നുമില്ല. ഇതിൻ്റെ ഇടയിൽ മഹേഷിൻ്റെ ട്രെയിനിങ് കൊടുക്കാൻ വൈശാഖ് പോകുന്നുണ്ടോ? ഓക്കെ, ആരെങ്കിലും ഒന്ന് പറയൂ, കണ്ണാടിപ്പുഴയുടെ കടവത്ത് വരികൾ മാറുന്നുണ്ടോ കണ്ണാടിപ്പുഴയുടെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനത് പിന്നെയും പൂവണിഞ്ഞു പിന്നെയും എന്നാവുന്നുണ്ട് അല്ലേ? ആദ്യമായി എന്നുള്ളത് മാറിയിട്ട് പിന്നെയും എന്നാവുന്നുണ്ട്. ഓക്കെ, ശരിയാണ്. ഞാനത് എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ജ്യോതി കൃഷ്ണകുമാറിനും കൂടെ പോയിന്റ് കൊടുക്കുകയാണ്. ജ്യോതി അല്ലേ അത് ആദ്യം പറഞ്ഞത്? വേറെ ആരും അത് പറഞ്ഞിട്ടില്ലല്ലോ. വേറെ ആരും കൂടെ പറഞ്ഞിട്ടുണ്ട്. വേറെ ആരോ ഒരാളും കൂടെ പറഞ്ഞിട്ടുണ്ടോ? അത് ഞാൻ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ആരെങ്കിലും ഒന്ന് പറയോ, അത് ജ്യോതിയാണോ വേറെ ആരെങ്കിലും കൂടെ വന്നിട്ടുണ്ടോ എന്നുള്ളത്? കണ്ണാടിപ്പുഴയുടെ കടവത്തെ ആദ്യം പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ആരായിരുന്നു ആദ്യം പറഞ്ഞത്? ഒന്ന് ശ്രീജാജിത്ത് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതിനു മുമ്പ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ചില സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ചില സംഭവങ്ങളൊക്കെ ഒരുപോലെ വരും. ശ്രീജാജിത്താണ്. ആരോ ആണ് പറഞ്ഞത്. അപ്പം ശ്രീജാജിത്ത് തന്നെയാണ് പറഞ്ഞത്. അല്ലല്ല, ക്യൂസ് മാസ്റ്റർ വിചാരിച്ച ഉത്തരത്തിന് മാത്രം പോയിന്റ്. അങ്ങനത്തെ ഒരു കുത്തകയൊന്നും നമ്മളിവിടെ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ കൂട്ടുകാരല്ലേ, അതിൻ്റെ ഇടയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഒരേപോലെ ഉണ്ടെങ്കിൽ നമ്മളത് വീണ്ടും പറയും. ഓക്കെ, ഇനി ഒരു പാട്ട്. സിനിമ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സിനിമയാണ്, അവാർഡ് കിട്ടിയ സിനിമയാണ്. ഈ സിനിമയിലെ ഒരു പാട്ട് പാടിയിരിക്കുന്ന ഗായകൻ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പാട്ട് പാടി അഭിനയിക്കുന്നത് അദ്ദേഹമല്ല. മനസ്സിലായല്ലോ? ഈ സിനിമയിൽ ഈ ഗായകൻ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ ആ ഗായകൻ തന്നെ പാടിയ സിനിമയിലെ പാട്ട് പാടി അഭിനയിച്ചിരിക്കുന്ന അദ്ദേഹമല്ല. ഓക്കെ, പറഞ്ഞ് ക്ലിയർ ആയോ? ഹായ് സാനിയ. കുട്ടനാടൻ കായലിൽ അത് പാട്ട് പറയണം, പേരൊന്നുമല്ല. എനിക്ക് ആ പാട്ടാണ് വേണ്ടത്. സിനിമയിൽ ആ ഗായകൻ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ ആ പാട്ട് പാടി അഭിനയിക്കുന്നത് അയാളല്ല. ഇനി ഹിന്ദികൾ വേണോ? കുറച്ച് പഴയ സിനിമയാണ്, അത്ര പുതിയ സിനിമയൊന്നുമല്ല. ഇന്നും എൻ്റെ കണ്ണുനീരിൽ ആരാ പാടുന്നത്?
കലാഭവൻ മണി മനോജ് കെ ജയന് വേണ്ടി പാടി. നീരാടുവാൻ പാടിയത് ആരാ? നീരാടുവാൻ പാടിയത് ആരാണ്? കലാഭവൻ മണി മനോജ് കെ ജയന് വേണ്ടി പാടിയത്. ഓക്കെ, അങ്ങനൊരു പാട്ടുണ്ട്. ഓക്കെ, ക്രസന്റ് ആൻഡ് MSM സ്കൂൾമേറ്റ്. കുട്ടനാടൻ കായലിലെ അങ്ങനെയാണ് വരുന്നത് അല്ലേ? അത് പക്ഷെ അതിനകത്ത് മനോജ് കെ ജയനും പാടുന്നില്ലേ? മനോജ് കെ ജയനും കൂടെ കോറസ് പാടുന്നുണ്ടല്ലോ അതിനകത്ത് ഇല്ലേ? ആരെങ്കിലും ഒന്ന് കൺഫേം പറയൂ അത്. ചോദ്യം വൺസ് മോർ. ഒരു സിനിമ, ആ സിനിമയിൽ ഈ പറഞ്ഞ ഗായകൻ അഭിനയിക്കുന്നുണ്ട്, പക്ഷെ അതിനകത്ത് അദ്ദേഹം പാടിയ പാട്ട് പാടി അഭിനയിക്കുന്നത് നായകനാണ്. ഉത്തരം വന്നിട്ടുണ്ട്. യാ, രണ്ടുപേര് പറഞ്ഞു. ചോദ്യം ഒന്നുകൂടെ. ഉത്തരം വന്നു. MSM കല്ലിങ്ങപ്പറമ്പ്. അതെ, MSM കല്ലിങ്ങപ്പറമ്പാണ്. ചോദ്യം ഇതായിരുന്നു, ഒരു സിനിമയിൽ ഒരു പാട്ട്, ആ പാട്ട് പാടിയ ഗായകൻ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ പാടി അഭിനയിക്കുന്നത് അദ്ദേഹമല്ല. ഗായകൻ്റെ പേര് P. ജയചന്ദ്രൻ. ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇനി ഈ പറഞ്ഞ പാട്ട് ഒന്ന് കൺഫേം ചെയ്യണം. കലാഭവൻ മണി പാടുന്നുണ്ട്, പക്ഷെ കൂട്ടത്തിൽ മനോജ് കെ ജയനും കൂടെ പാടുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ എന്തോ കിടക്കുന്നത്. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വീണ്ടും അയാൾക്കും കൂടെ മാർക്ക് കൊടുക്കാം. ഞാൻ ഉദ്ദേശിച്ചത് കേവലം മർത്യഭാഷയാണ്. ഓക്കെ ആണോ അത്? കേവലം മർത്യഭാഷ. ആർക്കെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ പറയൂ. എനിക്ക് തോന്നുന്നു കേവലം മർത്യഭാഷ ആദ്യം പറഞ്ഞത് മഹേഷാ തോന്നുന്നു അല്ലേ? മഹേഷ് അല്ലേ ആദ്യം പറഞ്ഞത്? ഒന്ന് പറയൂ. മഹേഷ് ശിവരാമ അല്ലേ? ഒന്നതൊന്ന് കൺഫേം ചെയ്യോ ജ്യോതി കൃഷ്ണകുമാർ? ഒന്ന് കൺഫേം ചെയ്ത് പറയുകയാണെങ്കിൽ. യുവജനോത്സവത്തിൽ കൃഷ്ണചന്ദ്രൻ വേറെ പാട്ട് പാടുന്നുണ്ട് ഉണ്ടോ? ഏതാ? അപ്പം ഞാൻ മഹേഷിനൊരു പോയിന്റ് കൊടുക്കട്ടെ. ഇനി വേറെ ആർക്കെങ്കിലും? ആരപ്പോൾ ഇവിടെ അമ്പയർ? ഞാനോ? ഓക്കെ, പോയിന്റ് തന്നു. മഹേഷിന് പോയിന്റ് തന്നു. ഇനി മറ്റേ പോയിന്റ് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് നീ പോവല്ലേ അഞ്ജു? കൊടുത്തു. ഇനി അടുത്ത പാട്ട്, അത് ഞാൻ പാടണ്ടല്ലോ. കേവല മർത്യഭാഷ ഞാൻ പാടി ചിലപ്പോൾ നന്നാവില്ല. കേവല മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണ് നീ, ഒരു ദേവദൂതികയാണ് നീ. ഓക്കെ, അപ്പം അതായിരുന്നു പാട്ട്. ഇനി അടുത്ത പാട്ട് ഒരു സിനിമയുടെ ടൈറ്റിൽ സോങ് ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഇവിടെ വേറെ വർത്താനം നടക്കുകയാണല്ലോ. സാനിയും വേറെ ആരൊക്കെയാണ്? സാനിയ, സഹല, വൈശാഖ് എല്ലാവരും കൂടിയിട്ട് വേറെ വർത്താനം നടക്കുകയാണല്ലേ. എൻ്റെ ക്വസ്റ്റ്യൻസ് അത്രയും മോശം. ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഒരു പാട്ട്, ആ പാട്ട് സിനിമയുടെ ടൈറ്റിൽ ക്രെഡിറ്റ്സ് കൊടുക്കുന്ന സമയത്താണ് പാട്ട് വരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ വൈശാഖ് ഫുള്ള് കഥ പറയാൻ പോവുകയാണ്. വൈശാഖെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ സമയം തരാം. ഓക്കെ, അപ്പോൾ ടൈറ്റിൽ ക്രെഡിറ്റ് വരുന്ന സമയത്ത് വരുന്നൊരു പാട്ടാണ്. ആ പാട്ട് ഈ സിനിമയുടെ മൊത്തം കഥയുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഒരു ബാക്ക്ഗ്രൗണ്ട് മൊത്തം ശരിക്കും പറയുന്നത് ആ പാട്ടിലാണ്. ആ പാട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കേൾക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഒരു ഹിൻറ്റും കൂടെ ഞാൻ തുടക്കത്തിലേ തന്നെ പറയാം. അതിനകത്ത് കാണിക്കുന്നത് ഒരു ചേച്ചിയും അനിയനും തമ്മിലുള്ള ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്നേഹബന്ധമാണ് ആ പാട്ടിൽ കാണിക്കുന്നത്. ഒരു കഥ തുടങ്ങുന്നത്, ഒരു സിനിമ തുടങ്ങുന്നതാണ്, ഒരു പാട്ടിലൂടെയാണ് തുടങ്ങുന്നത്. അതിനകത്തൊരു കഥ കാണിക്കുന്നുണ്ട്. ആ കഥ മെയിൻ സിനിമയായിട്ട് നല്ല ബന്ധമുണ്ട്. പക്ഷേ ഈ പാട്ട് കഴിഞ്ഞ് സിനിമ തുടങ്ങുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. പിന്നീട് സിനിമ കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പാട്ട് നമുക്ക് പിന്നെയും മനസ്സിലാവും. അപ്പോൾ ഇതാണ് അടുത്ത പാട്ട്. ടൈറ്റിൽ ക്രെഡിറ്റിൽ വരുന്ന പാട്ടാണ്. ഒരു ആങ്ങളെയും പെങ്ങളും, കണ്ണാന്തുമ്മി രണ്ടുപേരും സിസ്റ്റേഴ്സ് അല്ലേ, ഒരു ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള ഭയങ്കര സ്നേഹമാണത് പാട്ട് കാണിക്കുന്നത്. ആ പാട്ടിലൂടെ വലിയൊരു കഥ പറയുന്നുണ്ട്.
ആ കഥയ്ക്ക് മെയിൻ സിനിമയുടെ കഥയായിട്ട് ഭയങ്കരമായിട്ട് ബന്ധമുണ്ട്. നമ്മളൊരു പകുതി കഴിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ എന്താണ് ആ ബന്ധം എന്നുള്ളത്. സോ ആ പാട്ട് നമ്മൾ സിനിമ കഴിഞ്ഞാലും നമ്മൾ ഓർക്കും ആ പാട്ട്. ഒരാളുടെ അടുത്തുനിന്ന് ഉത്തരം വന്നു. കുറേ ഉത്തരങ്ങൾ മുകളിൽ വന്നിട്ടുണ്ട്. അതിനകത്ത് ഒരാളുടെ ഉത്തരം കറക്റ്റ് ഉത്തരമാണ്. ആരാണ് പറയൂ? വേറെ ആരെങ്കിലും കൂടെയൊക്കെ പറയൂ. വന്നു 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 ഉത്തരങ്ങൾ വന്നു. അപ്പം കണ്ട ആൾക്കാർക്ക് കിട്ടുന്നൊക്കെ ഉണ്ട്. അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അതെ, അത് തന്നെയാണ്. അതെ. അപ്പോൾ ആ പാട്ട് ആഗതൻ എന്ന് പറഞ്ഞ സിനിമയിലെയാണ്. ആ ഒരു കാബുളിവാല നാടോടിയിലെ ആങ്ങളെയും പെങ്ങളും എവിടെ? അതെ, മഞ്ഞുമഴക്കാട്ടിലാണ് ഉത്തരം. മഞ്ഞുമഴക്കാട്ടിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് ആരായിരുന്നു? മഞ്ഞുമഴക്കാട്ടിൽ ആരായിരുന്നു ആദ്യം പറഞ്ഞത്? സഹല യാസർ അല്ലേ പറഞ്ഞത്? ആരെങ്കിലും ഒന്ന് കൺഫേം ചെയ്യൂ. സഹല യാസർ അല്ലേ പറഞ്ഞത്? അതെ അതെ, പാട്ടത് തന്നെയാണ്. മഞ്ഞുമഴക്കാട്ടിൽ കുഞ്ഞുമൂളം കൂട്ടിൽ രണ്ടിടം പൈങ്കിളികൾ മുത്തുമണിത്തൂവൽ കുളിരണിഞ്ഞു മെല്ലെ അവരിന്നും പറന്നിറങ്ങും. ഓക്കെ, അതിൽ ക്യാപ്റ്റൻ രാജുവിൻ്റെ പെങ്ങളും ഉണ്ട്. യെസ്, സഹലയാണ്. അപ്പം ഞാൻ സഹലയ്ക്ക് മാർക്ക് കൊടുത്തു. ഓക്കെ, അപ്പം ഞാൻ സഹലയ്ക്ക് മാർക്ക് കൊടുത്തു. ഇനി അടുത്ത പാട്ടിലേക്ക് ഞാൻ പോകുന്നത്. ഈ ഒരു പാട്ട് എഗെയിൻ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഈ സിനിമയിലെ ഈ പാട്ട് എഴുതിയിരിക്കുന്നത്, ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്ന ആൾ തന്നെയാണ്. ഓക്കെ, ആ കഥ ആദ്യമേ ഒരു നോവലായിട്ട് വന്നതാണ്. ആ നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയത്. ആ നോവലിൽ തന്നെ ഈ പാട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ പാട്ട് സിനിമയിലേക്കും എടുത്തു. നിങ്ങളുടെ കമൻറ്റ് വായിക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നു. ഓക്കെ, അപ്പോൾ ചോദ്യം ഇതാണ്. ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ആ സിനിമ ഒരു നോവലിനെ ബേസ് ചെയ്തിട്ട് പിന്നെ ഉണ്ടാക്കിയിട്ടുള്ളൊരു സിനിമയാണ്. ഞാൻ പറഞ്ഞു തീർന്നില്ല കേട്ടോ. നോവലിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയ സിനിമയാണ്. ആ നോവലിനകത്ത് തന്നെ ഈ പാട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സിനിമയാക്കിയപ്പോൾ ആ പാട്ട് കൂടെ സിനിമയിൽ ഉൾപ്പെടുത്തി. ഇനി അതിൻ്റെ വേറൊരു പ്രത്യേകത, അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ തന്നെ അത് പാടുകയും ചെയ്തു. അപ്പോൾ കംപ്ലീറ്റ് ആയി. ഒരു സിനിമ പലവട്ടം പൂക്കാലം നോവലിനെ ബേസ് ചെയ്തിട്ടാണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ? ഒരു വട്ടം പൂക്കാലം നോവലിനകത്ത് ആ പാട്ടുണ്ട്. ആ പാട്ട് നോവലിനകത്ത് ഉണ്ടെന്നുള്ള ആ നോവൽ വായിച്ചവർക്കേ അറിയുണ്ടാവുള്ളൂ. പക്ഷെ അത് പോട്ടെ, ഒരു നോവലിനെ ബേസ് ചെയ്തിട്ടാണ് സിനിമ വന്നത്. ആ സിനിമയിൽ വന്ദേ മുകുന്ദഹരയോ സംഗീത സംവിധായകൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറയാം, അടുത്ത ക്ലൂ ആയിട്ട് പറയാം. സംഗീത സംവിധായകൻ തന്നെയാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. വേറൊരു ക്ലൂ ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ക്ലൂ പറയും. ക്ലൂ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഉത്തരം കിട്ടും. ഓക്കെ, ആ സിനിമയിലെ നായകൻ ആരാന്ന് പറയട്ടെ? പെരിയോനെ എന്നുള്ളത് ഞാൻ ആടുജീവിതം വായിച്ചിട്ടില്ല. അതിനകത്ത് പെരിയോനെ എന്നുള്ള പാട്ടുണ്ടോ? നോവലിനകത്തുണ്ടോ? എനിക്കറിയില്ല. മമ്മൂട്ടിയുടെ സിനിമയാണ്. ഓക്കെ, മമ്മൂട്ടിയുടെ സിനിമയിൽ അതൊരു നോവലിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അതിനകത്ത് ആ പാട്ട് എഴുതിയിരിക്കുന്നത്, കഥ എഴുതിയ ആൾ തന്നെയാണ്. അതായത് ആ പറഞ്ഞ നോവലിനകത്തുള്ളതാണല്ലോ. രാക്കിളിതനല്ല ലൂസാൻഡി, രാക്കിളിതനല്ല. ഇനി ഞാൻ ഏതാ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയട്ടെ, അപ്പോൾ കിട്ടുമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ബിജിപാലാണ് മ്യൂസിക് ഡയറക്ടറും പാടിയിരിക്കുന്നത്. ബിജിപാലാണ്. എനിക്കറിയാത്ത എന്തോ ഒരു ഉത്തരങ്ങളാണ്. എനിക്കിങ്ങനെ ഓരോ ഉത്തരം കാണുമ്പോൾ ഇങ്ങനെ ഞെട്ടൽ വരെ, ദൈവമേ ഇത് ശരിക്കുള്ള ഉത്തരവോ എന്ന് ആലോചിച്ചിട്ട് എനിക്കിങ്ങനെ ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബിജിപാലാണ് പാടിയിരിക്കുന്നത്. ബിജിപാലിൻ്റെ സംഗീതം, മമ്മൂട്ടിയുടെ സിനിമ. ബിജിപാൽ മതിലുകൾ സംഗീതം ചെയ്തിട്ടില്ലല്ലോ. ഇനിയും അടുത്ത ക്ലൂ പറയട്ടെ. ആ സിനിമയുടെ പേരും ഈ പാട്ടിൻ്റെ തുടക്കവും ഒരുപോലെയാണ്. ടഫാണോ?
പാട്ട് പറയണം. അല്ലിയാമ്പൽ. സിനിമയുടെ പേരും ഈ പാട്ടിൻ്റെ തുടക്കവും ഒന്ന് തന്നെയാണ്. ബിജിപാലാണ് മ്യൂസിക്, ബിജിപാലാണ് പാടിയിരിക്കുന്നത്. മമ്മൂട്ടിയുടെ സിനിമയാണ്. ഈശ്വര, ഞാൻ ഇടയ്ക്കൊന്ന് ചെറിയ ഓഫ്ലൈൻ ആയിരുന്നു. ബിജിപാലൊന്ന് ജനിച്ചിട്ടില്ലയോ? ജനിച്ചിട്ടൊക്കെ ഉണ്ടാവില്ലേ? ഒരു ഉത്തരം വന്നു, കഷ്ടപ്പെട്ടിട്ട് ഒരു ഉത്തരം വന്നു. ടഫാണോ? പാലേരി മാണിക്കാണ്. പിന്നെ പാലേരി മാണിക്യം പെണ്ണൊരുത്തി എന്നുള്ളതാണ്. അത് ആ നോവലിനകത്ത് തന്നെ വളരെ മനോഹരമായിട്ട് ആ കവിത പോലെ എഴുതി വെച്ചിട്ടുണ്ട്. അത് സിനിമ വന്നു കഴിഞ്ഞപ്പോൾ സിനിമയിൽ ആ പാട്ട് തന്നെ എടുത്തു. അത് നെറ്റ് സ്ലോ ആണ്. ഇവിടെ എൻ്റെ നെറ്റ് ഒരു പ്രാവശ്യം പോയി വന്നു. അപ്പോൾ അതാണ് പാട്ട്. പാലേറും നാടായ പാലേരിയിൽ പാടിപ്പതിഞ്ഞൊരു പാട്ടുണ്ടല്ലോ. എല്ലാവരും ഓക്കെ. അപ്പോൾ ഇതാരായിരുന്നു ആദ്യം പറഞ്ഞത്? പാലേരി മാണിക്യമാണ് പാട്ട്. അതാദ്യം പറഞ്ഞത് ആരാണ്? ആരെങ്കിലും ഒന്ന് പറയോ? പാലേരി മാണിക്യം. പാതിര കൊലപാതകം എന്ന് അജിത് രാജ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പാലേരി മാണിക്യം എന്ന് പറഞ്ഞതും അജിത് രാജ് തന്നെയാണ് അല്ലേ? ഒന്ന് കൺഫേം ചെയ്യൂ. അജിത് രാജാണ് പാലേരി മാണിക്യം എന്ന് പറഞ്ഞത്. പാലേറും നാടായ പാലേരിയിൽ. അത് നല്ല രസമാണ്. സ്പീഡിലുള്ള നെറ്റ്വർക്ക് മിതമായ നിരക്കിൽ സമീപിക്കുക. ഇതിൻ്റെ ഇടയിൽ കൂടെ ഓക്കെ. പാതിര കൊലപാതകനായി. ഇനി അടുത്ത പാട്ട് പറയട്ടെ. അടുത്ത പാട്ട് ഇതിനിടയിൽ തിരക്കഥാകൃത്ത് സംഗീത സംവിധായകൻ എന്ന് പറഞ്ഞിരുന്നല്ലോ. പറഞ്ഞിരുന്നു. അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? അടുത്ത പാട്ട് കഥാസന്ദർഭം പറയാം. അതായത് കേൾക്കുന്നുണ്ടോ? ഞാൻ ഇടയ്ക്കൊന്ന് നെറ്റ് ഒന്ന് സ്ലോ ആവുന്നുണ്ടായിരുന്നു, കട്ടാവുന്നുണ്ടായിരുന്നു. അപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഞാൻ അടുത്ത ചോദ്യം പറയുകയാണ്. ഈ പാട്ടിൻ്റെ കഥാസന്ദർഭം പറയാം. സന്ദർഭം ഇതാണ്. അമ്മ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്ന സമയത്ത്, അതായത് ഇനി ഒരു അനിയനോ അനിയത്തിയോ വരാൻ പോകുന്നു എന്നറിയുന്ന സമയത്ത് മൂത്ത മകന് ഉണ്ടാവുന്ന സന്തോഷം കാണിക്കുന്ന ഒരു പാട്ടാണിത്. ഓക്കെ. അമ്മ പ്രഗ്നൻ്റ് ആണ്, ഇനി ഒരു അനിയനോ അനിയത്തിയോ വരാൻ പോകുന്നുണ്ട് എന്നുള്ള സന്തോഷം കാണിക്കുന്ന ഒരു പാട്ടാണിത്. അപ്പോൾ ഇത് വരട്ടെ. പാട്ട് വേണം. പാട്ട് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, പാട്ട് വേണം. ദേ വന്നു ഉത്തരങ്ങൾ വരുന്നുണ്ട്. ചിത്രമല്ല വേണ്ടത്. പാട്ട് വന്നു. അതെ, പാട്ട് അത് തന്നെയാണ്. ശ്രീരാഗമോ അല്ല, വാലിന്മേൽ പൂവാണ്. ഓക്കെ. അപ്പോൾ ആരായിരുന്നു ആദ്യം പറഞ്ഞത്? മൂത്ത മകൻ ശ്രീനിവാസനാണ്. എന്തായാലും ആദ്യം തന്നെ മനസ്സിലായല്ലോ. പിന്നെ ബാക്കിയുള്ളവർക്കും മനസ്സിലായിട്ടുണ്ട്. മോഹൻലാൽ അല്ല. ഓക്കെ. ശരിയാണ്. പക്ഷെ മൂത്ത മകന് സന്തോഷമുണ്ട്. കാരണം അതിനകത്ത് മൂത്ത മകൻ വന്ന് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം മൂത്ത മകന് സന്തോഷമുണ്ട്. മൂത്തവൻ്റെ സന്തോഷം കൂടെ കാണിക്കുന്ന പാട്ടാണ്. വിട്ടുതരില്ല. ഡൈന റഹീൻ ആണ് ആദ്യം എൻ്റെ കാണിക്കുന്നത് ഉത്തരം. ഡൈന റഹീൻ ആണോ? ഒന്ന് കൺഫേം ചെയ്യോ പവിത്ര? ഡൈന റഹീൻ ആണ്. അതും ഒരു ഇതാണ്. ഓക്കെ. അപ്പോൾ ഇതുവരെ ഉള്ളതിനകത്തുണ്ടല്ലോ എല്ലാവരും ഓരോരോ പോയിന്റ് വാങ്ങി നിൽക്കുക. മഹേഷ് ശിവരാമപിള്ള മാത്രം 2 പോയിന്റ് വാങ്ങിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർ മുഹമ്മദ് ഫൈസൽ, ജ്യോതി കൃഷ്ണകുമാർ, നിഷ സുരേഷ് കുറുപ്പ്, ശ്രീജ അജിത്ത്, സഹല യാസർ, അജിത് രാജ്, ഡൈന റഹീൻ, ഇത്രയും പേര് ഓരോരോ. അജിത്ത് വള്ളോലി പറഞ്ഞത് സിനിമയാണ്, പാട്ട് പറഞ്ഞില്ല. ഓക്കെ. ഇത് ഓരോ ഉത്തരം കഴിയുമ്പോൾ ആൾക്കാർ ഇവിടുന്ന് പോകുന്നതാണോ? വീണ്ടും ഉത്തരമൊന്നും വരുന്നില്ല. അപ്പോൾ പാട്ടതാണ്.
വാലിന്മേൽ പൂവും വാലിട്ടേഴുതുന്ന വേൽമുണക്കണ്ണുമായി വന്ന വേഷു കിളിമകളേ. അതാണ് പാട്ട്. ഓക്കെ, അപ്പോൾ ആ പാട്ടും ഓക്കെ. ഇനി എന്ത് പറഞ്ഞു എന്നുള്ളതാണ് കാര്യം. അതെ, തീർച്ചയായിട്ടും ആര് പറഞ്ഞു എന്നുള്ളതല്ല, എന്ത് പറഞ്ഞു എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. ഇനി അടുത്ത പാട്ട് എന്ന് പറഞ്ഞ സന്ദർഭം പറയാം. നമുക്ക് ഈ സങ്കല്പത്തിൽ ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞ കുറേ കൺസെപ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ബ്രോക്കർമാരുടെ അടുത്ത് നമ്മൾ പറയില്ലേ, നമുക്ക് ഇങ്ങനത്തെ ഒരാൾ വേണം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഒരു പാട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ഒരു സിനിമയിൽ. അതായത് ബ്രോക്കറിനോട് എനിക്ക് ഇങ്ങനത്തെ ഒരു പെണ്ണിനെയാണ് വേണ്ടത് എന്ന് പറയുന്ന പാട്ട്. ഓക്കെ, അതായത് ഒരു സിനിമ, ആ സിനിമയിൽ ഇവിടെ നെറ്റ് സ്ലോ ആണല്ലോ, ആ സിനിമയിൽ എനിക്ക് ഇങ്ങനത്തെ പാട്ടാണ്, എനിക്ക് ഇങ്ങനത്തെ പെൺകുട്ടിയാണ് വേണ്ടതെന്നുള്ള ബ്രോക്കറിനോട് പറയാണ്. ഉത്തരങ്ങൾ വരുന്നു. അതെ, അജിത് രാജ പൂമുഖവാതിൽക്കൽ. അത് ഭർത്താവ് ഭാര്യയോടല്ലേ പറയുന്നത്, പൂമുഖവാതിൽക്കൽ, ബ്രോക്കറിനോടല്ലല്ലോ. അതെ, ക്ലാരയുടെ അത്രയും മുടിയില്ല എന്ന് പറയുന്നത് അല്ലേ, അതന്നെ. അപ്പോൾ അത് തന്നെയാണ്, മറക്കുടയാൽ മുഖം മറയ്ക്കും എന്നുള്ള പാട്ടാണ്. അതെ, മനസ്സിനക്കരയിൽ മറക്കുടയാൽ മുഖം മറയ്ക്കും. ആരാണ് ആദ്യം പറഞ്ഞത് നോക്കട്ടെ? അജിത് രാജാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അജിത് രാജ് ഒരു പോയിന്റും കൂടെ കിട്ടി, മഹേഷിൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. മറക്കുടയാൽ, ഭാരത് മാതാ കി ജയ്. അപ്പോൾ അതാണ് പാട്ട്. ഇനി അടുത്ത പാട്ട്, ഒരു പാട്ട് ഒരാളൊരു പാട്ട് പാടുന്നതായിട്ട് തന്നെ കാണിക്കും. ചില സിനിമകളിൽ ഒരാൾ പാട്ട് പാടുന്നതായിരിക്കും, ചിലത് വല്ല സീൻ മാത്രമായിരിക്കും, അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ ആവണി പൊന്നൂഞ്ഞാൽ ആടിക്കാം നിന്നെ ഞാൻ, അതിനകത്ത് ബ്രോക്കറിനോട് പറയാണോ? അല്ലല്ലോ. ഓക്കെ. അപ്പോൾ ഒരു പാട്ട്, ആ പാട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് ഒരാൾ പാടുന്നതായിട്ടാണ്. ഓക്കെ, ആ പാടുന്ന ആളൊരു സംഗീതജ്ഞനാണ്, പക്ഷേ അയാളല്ല ആ പാട്ട് പാടിയിരിക്കുന്നത് വേറെ ഫേമസ് ആയിട്ടുള്ള വേറൊരു ഗായകനാണ് പാടിയിരിക്കുന്നത്. ഈ പാടുന്നതായിട്ട് അഭിനയിക്കുന്ന ആളും ഒരു മ്യൂസീഷ്യനാണ്. ഓക്കെ, അപ്പോൾ അതാണ് ആലപ്പുഴ പട്ടണത്തിൽ പാടുന്ന ആള് ഒരു മ്യൂസീഷ്യനാണ്, ഒരു മ്യൂസിക് ഡയറക്ടറാണ്. പക്ഷേ ആ പാട്ട് പാടിയിരിക്കുന്നത് വേറൊരു ഗായകനാണ്. ദേവസഭാതലം ആ ഡയറക്ടർ തന്നെ അതിനകത്ത് പാടിയിട്ടുണ്ട്. ഡയറക്ടർ തന്നെയാണ് പാടിയിട്ടുള്ളത്. അതിൻ്റെ ഒരു ഭാഗം 3 പേര് പാടുന്നുണ്ട് അതിനകത്ത് 3 പേരിൽ ഒരാൾ രവീന്ദ്ര മാഷല്ലേ? ഇതങ്ങനെയല്ല, അതിനകത്ത് 3 പേരിൽ കൈതപ്രം ഉണ്ട്. കൈതപ്രത്തിൻ്റെ പാടുന്നത് രവീന്ദ്ര മാഷാണ്. കൈതപ്രത്തിൻ്റെ പാട്ട് പാടിയിരിക്കുന്നത് രവീന്ദ്ര മാഷാണ്. ശരിയാണല്ലേ? അപ്പോൾ അതിന് മാർക്ക് തരാം, ദേവസഭാതലത്തിന് മാർക്ക് തരാം. ഇനി ഞാൻ ഉദ്ദേശിച്ച ഉത്തരം കിട്ടുമോ നോക്കട്ടെ. ദേവസഭാതലത്തിന് മാർക്ക് തരാം, ശരിയാണ്. ഞാൻ ഉദ്ദേശിച്ചു ഇതുപോലത്തെ ഒരു പാട്ടും കൂടെ പറ. ഒരെണ്ണം പറഞ്ഞു, ഇനി ഒരു പാട്ടും കൂടെ പറ. അതായത് സീനിൽ ഒരാൾ പെർഫോം ചെയ്യുന്നതാണ്, അതൊരു മ്യൂസീഷ്യനാണ്, പക്ഷെ പാട്ട് പാടിയിരിക്കുന്നത് വേറെ വളരെ പ്രഗത്ഭനായിട്ടുള്ള വേറൊരു ഗായകനാണ്. ഒരു സിനിമ, ആ സിനിമയിൽ ഒരാൾ പാട്ട് പാടുന്നതായിട്ടാണ് സീനുള്ളത്. പ്രണയകഥ പാടി വന്ന തെന്നൽ, അതിനകത്ത് ആരാ പാടുന്നത്? അയ്യോ, അതിനകത്ത് പാടുന്നതായിട്ട് അഭിനയിക്കുന്ന ആരാ? അതായത് പാടുന്നതായിട്ട് അഭിനയിക്കുന്നത് ഒരു മ്യൂസീഷ്യനാണ് എന്നുള്ളതാണ്. ദൈവമേ, ഞാൻ ഈ ദേവസഭാതലം വെച്ച് മുങ്ങണോ? അടുത്ത പാട്ട് ഇനിയിപ്പോൾ കിട്ടില്ലേ? അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് പറയാൻ മറന്ന പരിഭവങ്ങളാണ്. ഓക്കെ, അത് അങ്ങനെ തന്നെയല്ലേ? അല്ലേ, രമേശ് നാരായണനല്ലേ ആ സീനിൽ അഭിനയിക്കുന്നത്? പാടുന്നതായിട്ട് കാണിക്കുന്നത് രമേശ് നാരായണനല്ലേ? പാടുന്നത് ഹരിഹരനോ? ക്വസ്റ്റ്യൻ ക്യാൻസൽഡോ? ക്വസ്റ്റ്യനൊക്കെ ഇവിടെ ഉത്തരമൊക്കെ വന്നു. ദേവസഭാതലം ശരി തന്നെയാണ്, അതെനിക്ക് കിട്ടിയില്ല എന്നുള്ളേ ഉള്ളൂ.
അല്ല, ഞാൻ എൻ്റെ ഉത്തരവും പറഞ്ഞു. ദേവസഭാതലം കറക്റ്റ് തന്നെയാണ്. അതിനകത്ത് കൈതപ്രത്തിൻ്റെ പിന്നെ ഭാഗം പാടിയിരിക്കുന്നത് രവീന്ദ്ര മാഷാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഓക്കെ, ഗർഷോമിലെ പാട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ തന്നെയാണ് അത് പാടി അഭിനയിക്കുന്നതായിട്ട് കാണിക്കുന്നത്. ഒരു സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു ആൾ തന്നെയാണ് പാടുന്നത്, കാരണം ആളും പെർഫോം ചെയ്യണം നമ്മൾ കാണുന്നതായതുകൊണ്ട് ആൾ തന്നെയാണോ പാടുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത് ഹരിഹരനാണ് പാടിയെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് വന്നതാണ്. അപ്പം അങ്ങനെയും ചിന്തിച്ചവരുണ്ടായിരിക്കുമല്ലോ എന്നാലോചിച്ചതാണ്. പക്ഷെ ദേവസഭാതലം ശരിയാണ്. ദേവസഭാതലം ആദ്യം പറഞ്ഞത് ആരാ ഒന്ന് പറയോ? ദേവസഭാതലം ആദ്യം പറഞ്ഞത് പവിത്രയാണ് ദേവസഭാതലം ആദ്യം പറഞ്ഞത് അല്ലേ? ഒന്ന് കൺഫേം ചെയ്യൂ. ദേവസഭാതലം ആദ്യം പറഞ്ഞത് പവിത്രയല്ലേ? ദേവസഭാതലം അതെ പവിത്രയാണ്. രമേശ് നാരായണൻ കറക്റ്റാണ്. അതെ, ഞാൻ ഉദ്ദേശിച്ചത് അതാണ്. പക്ഷെ ഈ പറഞ്ഞതും തെറ്റല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതും ശരിയാണ്. എന്നാൽ ഞാൻ വേറെ പോയിന്റിനല്ലാത്ത വേറൊരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. രവീന്ദ്ര മാഷ് പാടിയ വേറൊരു പാട്ട്, അതായത് വേറൊരാൾ അഭിനയിക്കുന്നു പക്ഷെ പാടിയത് രവീന്ദ്ര മാഷാണ്. ഒരു പാട്ടും കൂടെ പറയും ആരെങ്കിലൊക്കെ, നമുക്ക് രസമല്ലേ? പവിത്ര തന്നെയാണ് ഫസ്റ്റ്. പവിത്രയ്ക്ക് മാർക്ക് കൊടുത്തു. മഹേഷിൻ്റെ ഉത്തരം വന്നു. ശ്രുതി അമ്മ എന്നുള്ള പാട്ട് പാടിയിരിക്കുന്നത് രവീന്ദ്ര മാഷ് തന്നെയാണ്. സീനിൽ ആരായിരുന്നു? നെടുമുടി വേണു എങ്ങാണ്ടല്ലേ അല്ലേ മഹേഷേ? നെടുമുടി വേണു അല്ലേ അതിനകത്ത് അഭിനയിക്കുന്നത്? ശ്രുതി അമ്മ എന്നുള്ള പാട്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത്, ഈ പാട്ട് ഒരു സിനിമയിൽ ഉപയോഗിച്ച സമയത്ത്, ആ സമയത്ത് തന്നെ, ഇന്നൊക്കെ ആയിരുന്നെങ്കിൽ പൊങ്കാലയായിരുന്നു, പക്ഷെ അന്ന് ഇത്രയും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ അത്രയും പൊങ്കാലൊന്നും ആയില്ല. പക്ഷെ എന്നാലും ഇറങ്ങിയ സമയത്ത് തന്നെ ഒരു കോൺട്രവേഴ്സി ആയതായിരുന്നു. അതായത് ഈ പാട്ട് വേറൊരു പഴയ ഹിന്ദി പാട്ടിൻ്റെ ട്യൂണാണെന്നുള്ളത്. അതിന് 2 ഉത്തരങ്ങളുണ്ട്, എനിക്കറിയാം. എന്നാലും ഇതിനകത്ത് നായകൻ പാടി അഭിനയിക്കുന്ന ഒരു പാട്ട്, ആ പാട്ട് ഒരു പഴയ ഹിന്ദി പാട്ടിൻ്റെ ഈണമാണ്, അത് കോപ്പിയടിയാണ് എന്നൊക്കെ പറഞ്ഞ അന്നേ കോൺട്രവേഴ്സി ഉണ്ടായിരുന്ന ഒരു സിനിമ പാട്ട്. ആ പാട്ട് ഏതാന്ന് പറയാമോ? വന്നു ഒരു ഉത്തരം വന്നു. ഒരാളെ ഉത്തരം പറയുന്നുള്ളൂ. മഞ്ഞേവാ, അതേതാ പാട്ട്? ഓർമ്മകൾ ഓടിക്കളിക്കുവാൻ എന്ന് പറഞ്ഞത് വേറെ ഏതെങ്കിലും പാട്ടിൻ്റെ ട്യൂണാണോ? അനുരോഗ വിലോചൻ, അതൊക്കെ വേറെ ഏതെങ്കിലും പാട്ടിൻ്റെ കോപ്പിയടിയാണോ? എൻ്റെ മനസ്സിലൊരു നാണം നായകനല്ലല്ലോ. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി കോപ്പിയടിയാണോ? അതേത് പാട്ട്? അയ്യോ, അത് പക്ഷെ നായകൻ പാടി അഭിനയിക്കുന്നതല്ലല്ലോ. എങ്ങനെങ്കിലൊക്കെ 4 കാലിൽ വീഴാൻ നോക്കട്ടെ. അനുരോഗ വിലോചനായി എന്നുള്ള പാട്ടാണോ ഉദ്ദേശിച്ചത്? അങ്ങനെ കുറേ പാട്ടുണ്ട്. ശരിയാ. പക്ഷെ നായകൻ പാടി അഭിനയിക്കുന്ന പാട്ടുമാണ്. നായകൻ പാടി അഭിനയിക്കുന്ന പാട്ട്. ഇവിടെ മൊത്തം കോപ്പിയടിയ സാറേ. മാനം തെളിഞ്ഞ് ഗസല്ല പാട്ടല്ല. ഞാൻ വെറുതെ ഇങ്ങനെ പെട്ടെന്ന് ഒരു ഉത്തരം കിട്ടിയാലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രശ്നം. അപ്പോൾ ഞാനത് ക്യാൻസൽ ചെയ്തേക്കട്ടെ. അപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്തു. ഓക്കെ, സമയം എന്തായി? നമ്മുടെ സമയം തീരാറായോ? ഓക്കെ, ഈ ചോദ്യം ക്യാൻസൽ. എന്തായാലും അവസ്ഥ വല്ലാത്തൊരവസ്ഥ. ക്ലൂ ഇനി വേണ്ട. കോപ്പി അടിക്കണമെങ്കിൽ ശരിക്കും ഉത്തരം പറയണ്ട. എല്ലാവർക്കും ഓരോ പോയിന്റ് കൊടുത്തേക്കാനോ?
ദൈവമേ, നെറ്റ് പോയി, ഭാഗ്യം. എൻ്റെയും കൂടെ കുത്തുവാക്ക് കേൾക്കണ്ടല്ലോ. അപ്പോൾ അതവിടെ പോയി, നിൽക്കട്ടെ. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, എളുപ്പമുള്ള ചോദ്യം ചോദിക്കാം. സിനിമയുടെ സംവിധായകൻ തന്നെ മ്യൂസിക് ചെയ്തൊരു പാട്ട്. എല്ലാവർക്കും 100 രൂപ കൊടുക്കും. നീ കൊടുത്തോ, ഞാൻ നിനക്ക് പിന്നെ തരാം. ഞാൻ ഉദ്ദേശിച്ചത് ഞാനൊരു പാട്ട് പാടാം എന്നുള്ളതാണ്. അതിവിടെ പറഞ്ഞു, പക്ഷെ കുറേ ആൻസേഴ്സ് വന്നതുകൊണ്ട് ഇനിയിപ്പോൾ അതൊരു കൺഫ്യൂഷൻ ആയില്ല. കുറേ പേരുടെ ആൻസർ അപ്പോൾ എല്ലാവർക്കും കൂടെ കൊടുക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമുക്കത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. സംവിധായകൻ തന്നെ, അതായത് സിനിമാ സംവിധായകൻ, ആ സംവിധായകൻ മ്യൂസിക് ചെയ്ത ഒരു പാട്ട്. ദൈവമേ, മലയാളി പെണ്ണെ നിന്റെ മനസ്സ്, ആരാ മ്യൂസിക് ഡയറക്ടർ? ദൈവമേ, ഞാൻ കളി നിർത്തി പോവാട്ടോ. ഏതാ പാട്ടെന്ന് പറയൂ. കുറേ ഉണ്ടാവും അങ്ങനെ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അറിവുകൾ പരിമിതമാണ്. പരിമിതമായ അറിവുകളിൽ നിന്ന് ഞാൻ ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ലൈവ് നിങ്ങൾ വന്ന് ചോദ്യം ചോദിച്ച് എല്ലാവരും തോൽപ്പിക്കണം. ഓക്കെ, താരനല്ല, പേൻ. കണ്ണെത്താ ദൂരെ മറുതീരം. അതെ, ഈ കളിക്ക് ഞാനില്ല. അല്ല, ഇത് എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ആ പറയുന്ന ആൾക്കാരൊക്കെ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി അടുത്ത ദിവസം ഞാൻ ചെയ്യാൻ ലൈവ്, ഇങ്ങനെ വേണം ലൈവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്നെ ചലഞ്ച് ചെയ്തിട്ട് വന്ന് നാളത്തെ ലൈവ് ചെയ്യണം. ആരുണ്ട് ഈ ചലഞ്ചിന്? ഞാൻ ചലഞ്ച് ചെയ്യാണ്. വേഗം വരൂ. എല്ലാ ചോദ്യവും ക്യാൻസൽ ചെയ്യേണ്ടി വരും എൻ്റെ ഈശ്വര. ഒരു മിനിറ്റ് വേണം തരും. ലൈവ് ചെയ്യാനൊരു ത്രില്ലില്ലെന്നല്ലേ? ഹാ. സംവിധായകൻ തന്നെ, സിനിമാ സംവിധായകൻ തന്നെ മ്യൂസിക് ഡയറക്റ്റ് ചെയ്ത ഒരു പാട്ട്, സംഗീതം ചെയ്തൊരു പാട്ട് എന്നുള്ളതായിരുന്നു ഞാൻ ചോദിച്ചത്. അപ്പോൾ ഈ ശരി ഉത്തരമാണെങ്കിൽ ഉത്തരം പറയുന്നവർക്കൊക്കെ ഞാൻ മാർക്ക് തരുന്നതായിരിക്കും. ഞാൻ ഭയങ്കര ലീനിയൻ്റാണ് ആ കാര്യത്തിൽ. ഞാൻ ഭയങ്കര കൈയച്ച് ദാനമല്ലല്ലോ അത്. ഞാൻ എല്ലാവർക്കും മാർക്ക് തരുന്നതായിരിക്കും. കുറ്റം പറയാനാ രസം എന്നല്ലേ? അപ്പം ഞാൻ കുറ്റം പറയാൻ നിങ്ങൾക്കൊരു ചാൻസ് തരുന്നുണ്ടല്ലോ. നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ളൊരു ചാൻസ് ഞാൻ തരുന്നുണ്ടല്ലോ. അത് മതി. ഓക്കെ, ക്ലൂ. ഇപ്പോഴത്തെ കുറേ ഉത്തരങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ എന്തിനാ ക്ലൂ പറയുന്നത്? കുറേ ഉത്തരങ്ങൾ പറഞ്ഞു. ഇതിനകത്ത് ഞാൻ ഉദ്ദേശിച്ച ഉത്തരം എന്ന് പറഞ്ഞാൽ, അങ്ങനത്തെ ഇനിയും പാട്ടുകൾ ഉണ്ടാവും കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച ഒരു ഉത്തരം എന്ന് പറഞ്ഞത് താരം വാൽക്കണ്ണാടി നോക്കി എന്നുള്ളത് തന്നെയായിരുന്നു. അയ്യോ, ഇതെന്താ മഹേഷ്, എനിക്ക് വായിക്കാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് താരം വാൽക്കണ്ണാടി നോക്കി എന്നുള്ള പാട്ടായിരുന്നു. ഒരു ചോദ്യത്തിന് 9 ഉത്തരം. ദൈവമേ, ഞാൻ ഇതോടുകൂടി ഈ പരിപാടി അവസാനിപ്പിച്ചാലോ എന്ന് നോക്കുകയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇങ്ങനത്തെ ചോദ്യം കൊണ്ടൊന്നും വരരുത് എന്ന് പറ. എന്നെ മേലാൽ ഇങ്ങോട്ട് വരുത്തരുത് എന്ന് പറ. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് താരം വാൽക്കണ്ണാടി നോക്കി എന്നുള്ളതാണ്. ഓ, അതും അങ്ങനെ തന്നെയാണല്ലോ. ദൈവമേ. അപ്പം ഞാൻ ആർക്കൊക്കെ പോയിന്റ് കൊടുക്കണം എന്നുള്ളൊരു ഒന്ന് കൈവെക്കും. ഇപ്പം എല്ലാവർക്കും ഞാൻ പോയിന്റ് കൊടുക്കേണ്ടി വരും. റാപ്പപ്പ് ചെയ്യാൻ സമയമായി. ഓക്കെ, അപ്പോൾ ഒരു പാട്ട്, ആ പാട്ടിലൂടെ ഒരു എന്താ പറയുക, ഒരു ഐതിഹ്യ അല്ലെങ്കിൽ പുരാണം, ഐതിഹ്യം എന്നൊക്കെ പറയാം, ഒരു കഥാപാത്രത്തെക്കുറിച്ചുള്ള കഥയാണ് പാടുന്നത്. ഒരു ശക്തമായ സ്ത്രീ കഥാപാത്രത്തെക്കുറിച്ച് പറയുന്ന ഒരു പാട്ടാണ്. അതായത് ആ ഒരു കഥ മുഴുവൻ ആ പാട്ടിലൂടെ പറയുന്നു. ആ പാട്ട് സിനിമയിൽ പാടി അഭിനയിക്കുന്നത്, സിനിമയായിട്ട് ബന്ധമൊന്നുമില്ലാത്ത ഒരു വ്യക്തിയാണ് പാടി അഭിനയിക്കുന്നത്.
ദീപ ഇപ്പോഴാണോ വരുന്നത്? എല്ലാവരും കൂടെ എന്നെ കൊന്ന് കൊലവിളിച്ചിരിക്കുക. നേരത്തെ വരണ്ടേ എനിക്കൊരു എന്താ പറയുക ഇത് തരാൻ വേണ്ടിയിട്ട്, അത് തന്നെ പിൻബലം തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഉത്തരങ്ങൾ വരുന്നു. ആദ്യമായിട്ട് പാട്ട് പറഞ്ഞാലേ ഉത്തരവുള്ളൂ. സിനിമ പറഞ്ഞിട്ട് കാര്യമില്ല, പാട്ട് പറയണം. ആദ്യം പാട്ട് പറഞ്ഞിരിക്കുന്നത് ദിവ്യ ശ്രീകുമാറാണ്. പാട്ട് പറഞ്ഞിരിക്കുന്നത് ഓക്കെ, ദിവ്യ ശ്രീകുമാറാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അതെ, പാട്ടതാണ്. കരിനീല കണ്ണഴകി കണ്ണകി കാവേരിക്കരയിലെത്തി, അതാണ് പാട്ട്. ഓക്കെ, ഞാനാണെന്നോ? എനിക്കിവിടെ കാണുന്നത് കരിനീല കണ്ണഴകി എന്നുള്ളത് ആദ്യം കാണുന്നത് ദിവ്യ ശ്രീകുമാറാണ്. വേറെ ആരെങ്കിലും ഒന്ന് കൺഫേം ചെയ്യോ? ആരെങ്കിലും ഒന്ന് കൺഫേം ചെയ്യോ? ആരെങ്കിലും ഒന്ന് കൺഫേം ചെയ്യോ? എനിക്ക് ദിവ്യ ശ്രീകുമാറിനെയാണ് കിട്ടിയത്. എൻ്റെ ഇതിനകത്ത് ദിവ്യ ശ്രീകുമാറാണ്. ദിവ്യയാണ്. ഓക്കെ, അപ്പം നമുക്കിങ്ങനെ പതുക്കെ നിർത്തിയാലോ? സമയമായി. മൊത്തത്തിൽ എന്താ പറയുക, കുറേ സ്ഥലത്തൊക്കെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ കുറേ ആൻസേഴ്സ് വന്നു. സാരമില്ല അല്ലേ, നമുക്ക് അടുത്ത പ്രാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നോക്കാം. അല്ലെങ്കിൽ ഇന്ന് രമ്യ എല്ലാവരും വെള്ളം കുടിപ്പിച്ചു. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് പവിത്ര. ഓക്കെ, ടൈപ്പോ എറർ പവിത്ര. വെള്ളം ഞാൻ കുടിച്ചോളാം, അവിടൂന്ന് വെള്ളം കൊണ്ടുവരണ്ട. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ ടൈ ആണ്. മഹേഷും അജിത് രാജും 2 മാർക്കിന് വീതം ടൈ ആണ്. ബാക്കി മുഹമ്മദ് ഫൈസൽ, ജ്യോതി കൃഷ്ണ, നിഷ സുരേഷ് കുറുപ്പ്, ശ്രീജ അജിത്ത്, സഹല യാസർ, ഡൈന രഹീൻ, പവിത്ര, ദിവ്യ ശ്രീകുമാർക്കൊക്കെ ഓരോരോ പോയിന്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതോടുകൂടി എന്നെ ചലഞ്ച് ചെയ്യാനുള്ളൊരു ചാൻസും കൂടെ നിങ്ങൾക്കൊക്കെ മുമ്പിലേക്ക് വെക്കുകയാണ്. നിങ്ങളെല്ലാം വരാൻ എന്നെ ചലഞ്ച് ചെയ്യണം. എന്നിട്ട് ഇന്ന് തന്നെ പവിത്ര അടുത്തും ജയശ്രീ അടുത്തും പോയിട്ട് ഇതുപോലെ എന്നല്ല ലൈവ് നടത്തേണ്ടത്, എങ്ങനെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോയി ലൈവ് നടത്തണം. ഓക്കെ, അപ്പോൾ എല്ലാവരും പോയി ഭക്ഷണം കഴിച്ചോളൂ. താങ്ക്സ് ഫോർ യുവർ ടൈം. ഒത്തിരി സന്തോഷം. കുറച്ച് നേരമൊക്കെ എൻഗേജ്ഡ് ആയിട്ടിരുന്നു എന്ന് വിചാരിക്കുന്നു, കുറച്ച് നേരമൊക്കെ ചിന്തിച്ചു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഓൾ. അപ്പോൾ ഞാൻ പോട്ടെ. ബൈ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? രാജസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം കയറ്റിയേക്കണം. ബൈ. ഇതാണ് ലൈവായിട്ട് എന്നെ കൊന്നു. ഇതാണ് ലൈവ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ബാക്കിയും കൂടെ പറയണമെങ്കിൽ അതും കൂടെ കേട്ടിട്ട് അങ്ങോട്ട് പോവായിരുന്നു. ബൈ. ആക്കിയതാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. മണലൊന്നും വേണ്ട മഹേഷ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് കളിയാക്കിയതാന്നുള്ളത്. ഇനി എന്തെങ്കിലും കൂടെ പറയണമെങ്കിൽ പറഞ്ഞോളൂ, എന്നിട്ട് ഞാൻ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ പോട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇനിയും കൂട്ടക്ഷരങ്ങളുടെ കൂടെ നിൽക്കുക. അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ നല്ല ചോദ്യങ്ങളും നല്ല ടഫ് കോമ്പറ്റീഷനുമായിട്ടേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ബൈ.